നവരാത്രി മണ്ഡപത്തിൻ്റെ അന്തരീക്ഷം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. കഴിയുന്നതും വൈദ്യുതിയുടെ ഉപയോഗം കുറച്ച് എണ്ണയൊഴിച്ച് തിരിയിട്ട വിളക്കുകളാണ് അവിടെ കാണാൻ കഴിയുക. സംഗീതസാന്ദ്രമായ ആ സന്ധ്യ നമ്മുടെ മനസ്സിലേക്ക് പതിക്കുന്നത് കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും പൂക്കളുടെയും ഗന്ധത്തോടെയാണ്. വൈകിട്ട് 6 മുതൽ 8:30 വരെയാണ് കച്ചേരികൾ അവതരിപ്പിക്കാനുള്ള സമയം. ഓരോ കച്ചേരിയും ദേവിക്ക് നൽകുന്ന വഴിപാടായാണ് ഓരോ കലാകാരന്മാരും അവതരിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ ഓരോ കൃതികൾക്ക് ശേഷവും കയ്യടിയോ അഭിനന്ദനങ്ങളോ ഉണ്ടാകാറില്ല. ആദ്യകാലങ്ങളിൽ ഈ കച്ചേരി വഴിപാടായി നടത്തുവാനും അത് കേൾക്കുവാനും പുരുഷന്മാർക്ക് മാത്രമേ അവകാശമുണ്ടായിരുന്നുള്ളൂ. 2005 വരെ ഈ സമ്പ്രദായം നിലനിന്നിരുന്നു. 2006-ൽ ആദ്യമായി ഒരു സ്ത്രീ നവരാത്രി മണ്ഡപത്തിൽ സംഗീത കച്ചേരി നടത്തി. അത് പാറശാല ബി പൊന്നമ്മാൾ ടീച്ചറായിരുന്നു. ടീച്ചറുടെ 100 കണക്കിന് ശിഷ്യരിൽ ഒരാളാവാൻ എനിക്കും ഭാഗ്യമുണ്ടായി. നവരാത്രി ദിനങ്ങളിലെ 5-ാം ദിവസമായ ഇന്ന് 20-ാം മേളകർത്ത രാഗമായ നടഭൈരവിയുടെ ജന്യരാഗമായ ഭൈരവിയിൽ ചിട്ടപ്പെടുത്തിയ ജനനീ മാമവ എന്ന കൃതി പരിചയപ്പെടാം. സഗരേ ഗമ പധനി സാനി ദപ മഗരേ സാ ജനനീ മാമവ മേ ഭാരതി ജയ ജനനീ മാമവ മേ ഭാരതി ജയ ജനനീ മാമവ മേ ഭാരതി ജയ सरसी जसन जाये जननी मामा में भारती जय सरसी जसन जाये